സമ്മേളനത്തെ ഒറ്റ വചനത്തിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഐക്യത്തിൻ്റെ സമ്മേളനം. പാർട്ടിയെ അടിമുടി തെളിയുന്ന ഒരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം. അതിൻ്റെ സമ്മേളനം. മുന്നോട്ട് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് എല്ലാവരെയും അറിയിക്കുന്ന സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സാങ്കല്പികമായി എന്തെല്ലാമോ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്ന് എഴുത്തിത്തീർക്കാനായി ഓവർ ടൈം പാടുപെട്ട എല്ലാ മാധ്യമപ്രവർത്തകരുടെയും വായ അടഞ്ഞു പോയി കാണും. അവരെല്ലാം കണ്ടതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നീങ്ങിയത്. അവരെല്ലാം കണക്ക് കൂട്ടി പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും പാടെ പൊളിഞ്ഞു വീണു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഐക്യത്തിൻ്റെ പാർട്ടിയായിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ജനങ്ങളുടെ പ്രതീക്ഷയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അടിമുടിയുള്ള സമ്പൂർണ്ണമായ ഐക്യത്തിൻ്റെ സമ്മേളനമായിട്ട് സമ്മേളനം മാറി. ആ സമ്മേളനം പാർട്ടിയോട് പറഞ്ഞു, കേരളത്തിൻ്റെ വളർച്ചയിൽ ഇടപെടാൻ ഇന്നുള്ളതിനേക്കാളും വേറെ പാർട്ടിക്ക് സാധിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനായിട്ട് ശക്തിപ്പെടണം. പാർട്ടി സ്വയം ശക്തിപ്പെടണം. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടണം. ഇടതുപക്ഷ ജനാധിപത്യ ബദലിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ശക്തിപ്പെടണം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വഹിക്കേണ്ട പങ്ക് വഹിക്കാൻ തയ്യാറായി മുന്നിട്ടിറങ്ങണം. ഇതാണ് ആലപ്പുഴയുടെ ആഹ്വാനം.